ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും AZP അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖം വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ GD അല്ലേ, GDയിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവേ കുറേ കുട്ടികൾ കൊണ്ടാകുന്ന സംശയമാണ് ഏത് പോസ്റ്റ് തിരഞ്ഞെടുക്കണമെന്നുള്ളത് അല്ലേ. ഏത് പോസ്റ്റ് തിരഞ്ഞെടുക്കണമെന്ന് ഒരുപാട് പേരുടെ സംശയമാണ്. കാരണം ബാക്കിയുള്ള എക്സാമിനേഷൻ പോലെ അല്ല, GDക്ക് ഒരു വൈഡ് റേഞ്ച് ആയിട്ട് കുറെ എന്താണ് ഓർഗനൈസേഷൻസ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. BSF, CRPF, CISF, ITBP, SSF അല്ലെ, SSBA, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അല്ലെ, അതേപോലെ തന്നെ എന്താണ് CRPF അല്ലെ, അതേപോലെ അസാ റൈഫിൾസ്, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു സംശയം പൊതുവെ ഉണ്ടാകാറുണ്ട് അല്ലെ. നമുക്ക് ആർമിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ട് ആർമിയിലേക്ക് ഒന്ന് റിക്രൂട്ട് ചെയ്തതിനു ശേഷം പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നാണ് നമുക്ക് നമ്മളെ ഒരു പോസ്റ്റിലേക്ക് വിടുന്നത്. ഇപ്പം ആർട്ടിലറി ആയാലും ഏവിയേഷൻ വിങ് ആയാലും ആംഡ് റെജിമെന്റ് ആയാലും ഇൻഫൻട്രി ആയാലും അല്ലെ, ഓരോന്നിലേക്ക് എന്താണ് അവിടെ നിന്നാണ് പോകുന്നത്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോസ്റ്റുകൾ പ്രിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ആദ്യം തന്നെ SSCയുടെ നോട്ടീസിങ് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിനകത്ത് ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ എന്ന് വരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 31/12 ആണ് അല്ലെ. 1/12 മുതൽ 31/12 വരെ എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതേ 1/1/2026 അവസാനത്തെ ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഫീ പേയ്മെന്റിന്, ഓക്കെ, ഫീസ് നൽകുന്നതിന്. അതേപോലെ തന്നെ ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും, എക്സാമിനേഷൻ നടത്തുമെന്നാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ട് ഉള്ളതെന്നുള്ളതാണ്. അതേപോലെ വേക്കൻസി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇത് വേക്കൻസീസ് ആണ്. BSFന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 616ഓളം വേക്കൻസികൾ, അത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് കേട്ടോ. CISFന് 14,595, CRPFന് 5,490, SSB എന്ന് വെച്ചാൽ സശസ്ത്ര സീമാ ബല്ലാണ് കേട്ടോ, അതിന് 1,764, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് 1,293, അസാം റൈഫിൾസ് ARH അസാം റൈഫിൾസ് ആണ് 1,706 എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസീസ്. അതുകൂടാതെ SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് മൊത്തത്തിൽ 23 വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസിയുടെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പല വീഡിയോകളായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, എന്തായാലും ഒന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. NCC വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്താണ് ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ബോണസ് മാർക്ക്, ഓക്കെ, അതായത് മുഴുവൻ മാർക്കിനകത്ത് എത്ര മാർക്കാണ് എക്സാമിനേഷൻ, അത്യാവശ്യം 5% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ആയിട്ട് ലഭിക്കും. ഓക്കെ, 5% മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അധികം ലഭിക്കുന്നത് എന്നുള്ളതാണ്. B ഉള്ളവർക്ക് 3%, A ഉള്ളവർക്ക് 2% എന്തിനാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അതേപോലെ തന്നെ 4 പാർട്ടായിട്ടാണ് ജനറൽ ഇൻറ്റലിജൻസ്, റീസണിങ്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ്, എലിമെന്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞ രീതിയിലാണ്. നമ്മൾ മലയാളികളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷിലേക്ക് തിരഞ്ഞെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 80ഓളം വരുന്ന ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. 60 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നത് അല്ലെ. 60ഓളം വരുന്ന എന്ത് ചെയ്യുന്നു ആയിരിക്കും എന്ത് ചെയ്യുന്നത് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പം ഈ അഥവാ എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലിനകത്ത് വരികയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് പുരുഷന്മാർ ഓടി തീർക്കണം. ഫീമെയിൽ ആണെങ്കിൽ 1 മൈൽ അടുപ്പിച്ചു 1.6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മൈലാണ്. അത് 8.5 മിനിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഓടിത്തീർക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇത്രയാണ് അതിന്റെ ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറിയേണ്ടത് പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ വെക്കണമെന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ വേക്കൻസി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വേക്കൻസി ഡിസ്കസ് ചെയ്യാം. വേക്കൻസി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞ പ്രിഫറൻസ് വെക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഫോഴ്സുകൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഫോഴ്സുകളെ പരിചയപ്പെടുന്നത് വളരെ അത്യാവശ്യമാണ്. അത് തന്നെ BSF എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓരോരുത്തർക്കും സേനയിൽ ചേരുന്നത് ചില മാനദണ്ഡങ്ങൾ ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അതായത് ചിലർക്ക് ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലികളൊക്കെ ഇഷ്ടം, ഇച്ചിരി കൂടെ സൊസൈറ്റി ഓറിയന്റഡ് ജോലി ആഗ്രഹമുള്ളവർ കാണും. ചിലർക്ക് ആർമിയോട് കൂടി തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെ. ചിലർക്ക് ഈ പറയുന്ന മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ഇഷ്ടമുള്ളവർ കാണും അല്ലെ. ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഇച്ചിരി കൂടെ എന്താണ് ഒരു അണ്ടർഗ്രൗണ്ട് പണിയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണും. ഒരു യൂണിഫോം ജോലിയാണ്, പക്ഷെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണും. അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ BSF ആണ്. BSF
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിലാണ്. ഇൻഡോ പാക് ബോർഡറിൽ, അതായത് ഇതാണ് ഇന്ത്യയുടെ ഒരു പാകിസ്ഥാൻ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഓക്കെ, ഇവിടെ സിക്കിം വരുന്നത്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ഇന്ത്യയുടെ മാപ്പിനകത്ത് ഓക്കെ പ്രധാനമായിട്ടും ഈ ഒരു പോർഷൻ, പിന്നെ വരുന്ന ഈ ഒരു കുറച്ച് പോർഷൻ, ഓക്കെ, ബംഗ്ലാദേശിന്റെ വരുന്ന ഈ ഒരു പോർഷൻസ്, ഇത്രയും പോർഷൻസ് ആണ് ആര് ഗാർഡ് ചെയ്യുന്നത്? BSF ഗാർഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് രാജസ്ഥാന്, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു ആൻഡ് കശ്മീർ, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ പ്രദേശങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും വേണ്ടി ജോലി ചെയ്യേണ്ടതായിട്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയുടെ ഏകദേശം അതേ സ്വഭാവമുള്ള ഒരു ജോലി തന്നെയാണ് BSFന്റെ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിനൊരു എയർ വിങ് ഉണ്ട്. ഓക്കെ, ആർമിയുടെ കൂട്ടത്തിൻ്റെ എയർ വിങ് ഉണ്ട്, ഒരു വാട്ടർ വിങ് ഉണ്ട്, അതേപോലെ ഒരു ആർട്ടിലറിയൊക്കെയുള്ള അല്ലെ ആർട്ടിലറി വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗം കൂടെ എന്തിനുണ്ട്? BSFനുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരു സേനയും കൂടിയാണ് BSF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് അഡ്വഞ്ചറസ് ആയിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബോർഡറുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണ് BSF എന്ന് പറയുന്നത്. മറ്റൊന്ന് CISF ആണ്. CISF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ വളരെ പ്രമുഖമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് അല്ലെ. ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ട്. ഒന്നാമത് പോർട്ടുകൾ, അതേപോലെ തന്നെ എയർപോർട്ടുകൾ, സീപോർട്ടുകൾ, അതിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് അല്ലെ, VIP സെക്യൂരിറ്റീസ് എല്ലാം നൽകുന്നത് ആരാണ്? CISF ആണ്. അതായത് ഇന്ത്യൻ ബോർഡറിനുള്ളിൽ വെച്ച് തന്നെ ഇന്ത്യയിലുള്ള പ്രമുഖ വ്യക്തികൾക്ക്, പ്രമുഖ സ്ഥാപനങ്ങൾക്ക്, ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, ഒഫീഷ്യൽസിന്, മിനിസ്റ്റേഴ്സിന്, സെക്രട്ടേറിയറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട മന്ദിരങ്ങൾക്ക്, മെട്രോ, അതേപോലെ തന്നെ റെയിൽ സംവിധാനങ്ങൾ, എയർപോർട്ടുകൾ, സീപോർട്ട് എന്നിവ എല്ലാം ഗാർഡ് ചെയ്യുന്ന ആരാണത്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി. അടുത്താണ് CRPF. വളരെ പ്രശസ്തമായ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫോഴ്സുകളാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. കൗണ്ടർ റെപ്രസെന്റേറ്റീവ് പോലീസ് എന്നറിയപ്പെടുന്നത് CRPF. പിൽക്കാലത്ത് എന്താണ് CRPF എന്ന രീതിയിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിട്ട് മാറുകയായിരുന്നു. പ്രധാനമായിട്ടും നക്സൽ ഓപ്പറേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ആറ് പ്രസൻസ് കാണാം, CSF പ്രസൻസ് കാണാമെന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ആറ് പ്രസൻസ് കാണാം, CSF CRPFനെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ട് നക്സൽ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടി പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാറുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി, നക്സൽ ഓപ്പറേഷൻസ്, കൗണ്ടർ ടെററിസം പ്രധാനമായിട്ടും കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ അടങ്ങുന്ന പ്രദേശങ്ങളിൽ നക്സൽ വിവാദം കൂടുതലുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ പ്രദേശങ്ങളിലും, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളായിട്ടുള്ള നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞ രീതിയിൽ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസും ഇലക്ഷൻ ഡ്യൂട്ടീസും നക്സൽ വാദങ്ങൾക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സും കൂടിയാണെന്നത് പറയുന്നത് CRPF. UN പീസ് കീപ്പിംഗ് ഫോഴ്സുകളിൽ പ്രധാനപ്പെട്ട ഫോഴ്സും കൂടിയാണ് ഇതെന്ന് പറയുന്നത് CRPF എന്ന്. മറ്റൊന്നാണ് SSB, സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്നത്. സശസ്ത്ര സീമാ ബൽ പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് ഇൻഡോ നേപ്പാൾ ഏരിയകളാണ്. ഇൻഡോ നേപ്പാൾ, ഇൻഡോ ഭൂട്ടാൻ ഏരിയകളാണ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? SSB പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. പ്രധാനമായിട്ടും നേപ്പാൾ, ഭൂട്ടാൻ എന്നീ ഏരിയകളിൽ നമുക്ക് എന്ത് പറ്റും? അനായാസം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഇന്ത്യൻ പ്രദേശങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് സശസ്ത്ര സീമാബലിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ ഇതേപോലെ എന്തുണ്ട്? നക്സൽവാദം എന്ത് ചെയ്യുക? തകർക്കുക. അതേപോലെ തന്നെ അവിടെ ഇതുവഴി വരുന്ന മയക്കുമരുന്ന് പോലുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുക? തടയുക. അതുപോലെ അവിടെ സെക്യൂരിറ്റി നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സശസ്ത്ര സീമാബലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. പ്രധാനമായിട്ടും ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ പറയുന്ന ഇന്ത്യ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ITBPയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, സിയാച്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിക്കോട്ടെ, അരുണാചലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിക്കോട്ടെ, ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് ആണ സമയങ്ങളായിക്കോട്ടെ, പ്രധാനമായിട്ടും മുന്നിൽ നിന്ന സേനയാണെന്ന് പറയുന്നത് ITBP എന്ന് പറയുന്നത്. ചൈനീസ് സംഘങ്ങളുമായിട്ട് ചില സമയത്ത് ഇടപെടേണ്ടി വരേണ്ട ഒരു സേനയും കൂടിയാണ് ITBP. അവിടെ പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നിർത്തുക, അതേപോലെ തന്നെ ഇന്ത്യൻ ബോർഡറുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. മറ്റു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല -ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ വരുന്ന നല്ല പ്രദേശങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ത്യയിലും പറഞ്ഞ രീതിയിൽ പോസ്റ്റിംഗ് ഒക്കെ കിട്ടാം. ഇപ്പം നൂറനാടും മറ്റ് ITBPയുടെ ക്യാമ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ എല്ലാവർക്കും അവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടണമെന്ന് നിർബന്ധമില്ല. പ്രധാനമായിട്ടും ജോലി വരുന്ന ഈ പ്രദേശങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് വീഴുന്ന നല്ല -ഡിഗ്രി ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യാൻ ജോലി ചെയ്യേണ്ടതായിട്ട്
വരുന്നതാണ്. അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസും അതേപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് കൊണ്ട് സഹായങ്ങളൊക്കെ ചെയ്ത് നൽകുന്ന ഒരു ഫോഴ്സ് കൂടിയാണ് ITBP എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇൻഡോ ടിബറ്റ് ആണ്. അപ്പോൾ ചൈനയുടെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഡിപ്ലോമസി ഒക്കെ ആവശ്യമുള്ള ഒരു ജോലി കൂടിയാണ് ITBP എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അസാം റൈഫിൾസ്. ഏറ്റവും പഴക്കം ചെന്ന സൈന്യം കൂടിയാണ് അസാം റൈഫിൾസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അസാമിന്റെ ബോർഡേഴ്സ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം രൂപീകരിക്കുന്നത്. പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു കേന്ദ്ര സേനയായിട്ട് പിൽക്കാലത്ത് മാറുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളുടെ സംരക്ഷണമാണ് അസാം റൈഫിൾസിന്റെ കീഴിലുള്ളത്. മറ്റു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആർമി യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സേനയും കൂടിയാണ് അസാം റൈഫിൾസ്. എന്തുകൊണ്ടെന്നാൽ ബാക്കിയുള്ള സേനകൾക്കെല്ലാം പോലീസിൽ നിന്നുള്ള IPS അല്ലെങ്കിൽ ഈ പറയുന്ന CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡന്റുമാരായിരിക്കും അവരെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക SIമാരായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇവരെല്ലാം ഭരിക്കുന്നത് എന്നുള്ളതാണ്. അസാം റൈഫിൾസ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജവാന്മാർ മാത്രം അസാം റൈഫിൾസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കാറുള്ളൂ എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ ഓഫീസേഴ്സ് പ്രധാനമായിട്ടും ഈ ആർമിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ നൽകി എന്ത് ചെയ്യുന്നതാണ്, വരുന്നവരാണ് ഈ അസാം റൈഫിൾസിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ ട്രെയിനിങ് നടത്തിക്കുന്നതും നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്പറേഷൻസും നിങ്ങളെല്ലാം ആരുടെ കൂടെ ആയിരിക്കും, ആർമിയുടെ കൂടെ ആയിരിക്കും. നിങ്ങളുടെ യൂണിഫോമും നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷനും നിങ്ങളുടെ ഈ പറയുന്ന സ്ട്രക്ചറും എല്ലാം, റാങ്ക് സ്ട്രക്ചറും എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആർമിയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ യൂണിഫോം തന്നെ നോക്കി തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ടിപ്പിക്കൽ ആർമി ആണെന്ന് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രധാനമായിട്ട് നിങ്ങളുടെ ഓപ്പറേഷൻസും മറ്റും കാര്യങ്ങളും നിങ്ങളുടെ എന്താണ് കമാൻഡിന്റെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന ശമ്പളവും മറ്റു കാര്യങ്ങളും നൽകുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും എന്ത് ചെയ്യും, ആയിരിക്കും. ആണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്നാണ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. ക്യാബിനറ്റ്, അതേപോലെ തന്നെ രാജ്യസഭ, ലോക്സഭ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മന്ദിരങ്ങൾ, സൗത്ത് ബ്ലോക്ക് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മന്ദിരങ്ങൾ, അതേപോലെ തന്നെ വിസ്ത ഹൗസ്, ഇതെല്ലാം പ്രധാനമായിട്ട് സംരക്ഷിച്ചു പോരുന്നത് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന സംഘടനയും കൂടിയാണ്. അത് കൂടാതെ മറ്റൊന്നുകൂടെ ഉണ്ട്, NCB എന്ന് പറയുന്ന നാഷണൽ പറയുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നർക്കോട്ടിക്സ് കൺട്രോൾ ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം വന്നിട്ടുണ്ടായ സംഘടനയാണ് NCB എന്ന് പറയുന്നത്. അവർക്കും ഇത്തരത്തിലെ ഇന്ത്യയിൽ എല്ലായിടത്തും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. പർട്ടിക്കുലർലി ഈ പറയുന്ന ബോർഡർ ഏരിയാസിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ എയർപോർട്ടുകളിലും അതേപോലെ തന്നെ സീപോർട്ടുകളിൽ മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് ഇന്ത്യയിലേക്കുള്ള വരവ് തടയുക എന്നുള്ളതും ചെറിയ ഇന്റലിജൻസ് സംവിധാനത്തോട് രീതിയിൽ എന്ത് ചെയ്യണം, ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഘടനയും കൂടിയാണ് NCB എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം പറയട്ടെ, NCBയുടെയും സെക്യൂരിറ്റി ഫോഴ്സിന്റെയും അവരുടെ നിയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കട്ട് ഓഫ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആയിരിക്കാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള സേനകൾ BSF, CRPF, CISF, ITBP എന്നീ പറയുന്ന സംഘടനകൾക്ക് എല്ലാം സ്റ്റേറ്റ് വൈസ് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 70-80 എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് EWS അടങ്ങുന്ന ഈ പറയുന്ന കാറ്റഗറിക്കൊക്കെ എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ജോലി കയറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എങ്ങനെ പോസിറ്റീവ് പ്രിഫറൻസ് വെക്കാം എന്നുള്ളതാണ്. പോസിറ്റീവ് പ്രിഫറൻസ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിൽ വേക്കൻസികളുടെ കാര്യത്തിലാണെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് CSFനാണ്. പിന്നെ CRPF വരും, സശസ്ത്ര സീമാ ബെല്ല് വരും. ഓക്കെ, അത് കഴിഞ്ഞ് അസാം റൈഫിൾസ് വരും. അത് കഴിഞ്ഞിട്ട് ITBP വരും. അതിനുശേഷം BSF വരും. അതിനുശേഷം SSF വരും. അതിനുശേഷം ഈ പറയുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വേക്കൻസിയുടെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി അല്ലേ, നമ്മൾ വേക്കൻസി നമ്മൾ ഡിസ്കസ് ചെയ്ത കൂടിയാണ് തൊട്ട് മുമ്പൊക്കെ. പക്ഷേ നമ്മൾ വേക്കൻസി മാത്രം നോക്കിയല്ലോ ജോലിക്ക് കയറുന്നത് അല്ലേ. പോസിറ്റീവ് പ്രിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ജോലിക്ക് കയറിയിട്ടുള്ളവരും അല്ലാത്തവരും പ്രധാനമായിട്ടും പറയുന്നത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് വേണമെങ്കിൽ ആദ്യമായിട്ട് വെക്കാം. ഓക്കെ, മറ്റൊന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രണ്ടാമതായിട്ട് അല്ലേ. മൂന്നാമതായിട്ട് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നാലാമതായിട്ട് SSB സശസ്ത്ര സീമാ ബെല്ല്. അഞ്ചാമതായിട്ട് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ആറാമതായിട്ട് BSF. ഏഴാമതായിട്ട് CRPF അല്ലേ. എട്ടാമതായിട്ട് അസാം റൈഫിൾസ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രധാനമായിട്ട് ഈ പറയുന്ന ജോലിക്ക് കയറിയിട്ടുള്ളവർ അവരുടെ ഒരു ജോലി അടിസ്ഥാനമാക്കി പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിന്റെ അളവ് കുറച്ചുകൂടെ കുറവാണ്. അതായത് നിങ്ങൾ നേരിട്ടുള്ള ഓപ്പറേഷൻ ഇറങ്ങുന്നത് ഈ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കുറഞ്ഞു വരുന്നു. അതായത് സെക്രട്ടറി സെക്യൂരിറ്റി ഫോഴ്സ് നേരിട്ടുള്ള കൗണ്ടർ ടെററിസമോ നക്സൽ ഓപ്പറേഷൻസോ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഇച്ചിരി കൂടെ സുഖമുള്ള ഒരു ജോലിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ വെക്കാൻ വേണ്ടി സാധിക്കും. സെക്രട്ടറി സെക്യൂരിറ്റി ഫോഴ്സ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് മേടിക്കണം കേട്ടോ. ഈ പറയുന്ന 80-ൽ കൂടുതൽ ഓൾ ഇന്ത്യ വേക്കൻസി ഒക്കെ പെടാൻ 120-ന് മുകളിൽ എന്ത് ചെയ്യണം, ആ കട്ട് ഓഫ് മേടിച്ച് സെക്രട്ടറി സെക്യൂരിറ്റി ഫോഴ്സ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും,
ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, NCBക്ക് ഒന്നും വലിയ രീതിയിൽ യൂണിഫോം ഒന്നും കാണില്ല, SS7 യൂണിഫോം ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത് കട്ട് ഓഫ് വെക്കാൻ വേണ്ടി പൊതുവെ ആളുകൾ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോസ്റ്റ് ഡിഫറൻസ്, കട്ട് ഓഫ് അല്ല പോസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, കാരണം വേക്കൻസിയും പോസ്റ്റ് ഡിഫറൻസ് എല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറ്റും ഇങ്ങനെ വെക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നിങ്ങൾ ഇത്തിരി കൂടെ അഡ്വഞ്ചർ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അഡ്വഞ്ചറും ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇച്ചിരി ഓപ്പറേഷണലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന രീതിയിൽ കമാൻഡോ ഓപ്പറേഷൻസ് രീതിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർ, ആർമിയോടൊക്കെ ചേർന്ന് നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ BSF, CRPF, അസാർ റൈഫിൾസ്, അതേപോലെ സശസ്ത്ര സീമാബല് ഒക്കെ എന്ത് ചെയ്യാൻ വെക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇച്ചിരി സിവിലിയൻസോട് വളരെയധികം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് പറ്റും CISF എന്ത് ചെയ്യാൻ പറ്റും, അതല്ല ITBP ബെറ്റർ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് ജോലിയുടെ സ്വഭാവം. അപ്പൊ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ്. നിങ്ങൾക്ക് ഏകദേശം സേനകളെ കുറിച്ചും മറ്റൊരു ഐഡിയ ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ടേസ്റ്റ് ഏതാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക, അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിക്കുകയും വേണം. ഓക്കെ, വെറുതെ SSF ആദ്യം വെച്ചതിന് ശേഷം ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ്, അപ്പൊ ആ ഒരു രീതിയിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി വെക്കാനും ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കാനും എന്നുള്ളതാണ്. ഓക്കെ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് ജോബുകളാണ്, ഒരുപാട് പഴക്കം ചെന്ന ഫോഴ്സുകളൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജോലി ചെയ്യേണ്ടത് അല്ലെ. ഒരുപാട് നല്ല ബ്രിട്ടീഷുകാർ കാലം മുതലുള്ള ഫോഴ്സുകൾ ഒന്നാണ് ഈ പറയുന്നത് CRPF, ആസാർ റൈഫിൾസ് അടങ്ങിയ സംഘടനകൾ എന്ന് പറയുന്നത്. ഓക്കെ, നക്സൽ ബാധവും അതേപോലെ ഇവർക്കെല്ലാം പ്രധാനമായിട്ട് പറയുന്ന ITBPക്കും CRPFനും BSFനും CSFനും ഒക്കെ പറയുന്ന രീതിയിൽ കമാൻഡോ വിങ് ഒക്കെ ഉണ്ട്. CRPFന്റെ ഒക്കെയാണ് ഈ പറയുന്ന കോബ്ര കമാൻഡോസ്, CISFന്റെ ഈ പറയുന്ന നിഞ്ച കമാൻഡോസ് ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കമാൻഡോസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നോക്കിയ ശേഷമാണ് എന്ത് ചെയ്യണം നിങ്ങൾ ഈ പറയുന്ന പ്രിഫറൻസ് ഒക്കെ എന്ത് ചെയ്യാൻ വെക്കാൻ വേണ്ടി എന്നുള്ളതാണ്. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ടേസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി GD 2026 എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ AZB അക്കാഡമി SSC GDക്ക് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈഫ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, അതുപോലെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് നൽകിയിട്ടുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ടുണ്ട്, കമ്പൈൻ സ്റ്റഡിക്കുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാം എന്താണ് നിങ്ങൾക്ക് വേണ്ട സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യും നൽകി നിങ്ങൾ എന്ത് ചെയ്യും ജോലിക്ക് പ്രാപ്തരാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കാൻ തന്നെയാണ്, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി ഉറപ്പാക്കാം. ഓക്കെ, അപ്പം ഒരു ആഗ്രഹിച്ച കേന്ദ്ര ജോലിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നതെങ്കിൽ, യൂണിഫോം ജോലിയാണ് നോക്കുന്നത്, തീർച്ചയായും എന്ത് വേണ്ടി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് SSC 2026 പുതിയ ബാച്ച് എന്ന് പറയുന്നത്. എങ്ങനെ ജോയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പായിട്ട് ബന്ധപ്പെട്ട കോഴ്സായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം മറക്കരുത് 31 വരെയാണ് തിയറി, എല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, നോക്കുക, അതേപോലെ നല്ല രീതിയിൽ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഈ വട്ടം എന്ത് ചെയ്യണം ഒരു യൂണിഫോം നിങ്ങൾ നേടി എടുക്കണം എന്നുള്ളതാണ്. അപ്പം യൂണിഫോം ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ദിവസത്തോടെ ആശംസിക്കുകയാണ്. നിങ്ങൾ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അല്ല ഇതൊക്കെ പ്രസ്റ്റീജിയസ് ആണ് ജോബാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുകയാണ്. ബൈ, താങ്ക് യു.